ബോധി അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സംസ്കൃത പാഠഭാഗവുമായിട്ടാണ്. നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ ഏകകമായ സുന്ദര പ്രകൃതി എന്ന ഏകകത്തിലെ പ്രഥമഃ പാഠഃ ജീവനം മനോഹരം എന്ന പാഠഭാഗമാണ് ഒന്നാമത്തെ പാഠഭാഗം. നമുക്ക് നോക്കാം. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. തത്ര വൃക്ഷലതായാഃ പക്ഷിമൃഗാദയശ്ച പരസ്പരസ്നേഹേന ജീവന്തി. ഏതദേവ ജീവനം പ്രകൃതേഃ സൗന്ദര്യം ഭവതി. ഏതാദൃശീം പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികാം ഏകാം കവിതാം പഠാമഃ. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. പ്രകൃതി നമുക്ക് ജീവദായിനിയാണ്, നമുക്ക് നമ്മുടെ ജീവൻ തരുന്നവളും, അതുപോലെ ആനന്ദദായിനിയും കൂടി ആണ് പ്രകൃതി എന്നാണ് ഇവിടെ പറയുന്നത്. തത്ര വൃക്ഷലതായാഃ പക്ഷിമൃഗാദയശ്ച പരസ്പര സ്നേഹേന ജീവന്തി. അവിടെ വൃക്ഷലതാദയഃ വള്ളികളും വൃക്ഷങ്ങളുമെല്ലാം മുതലായവയും പക്ഷിമൃഗാദയശ്ച പക്ഷിമൃഗാദികളും പരസ്പര സ്നേഹേന ജീവന്തി പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്നു. ഏതദേവ ജീവനം പ്രകൃതേഃ സൗന്ദര്യം ഭവതി. ഇത്തരത്തില് ഉള്ള ജീവിതം പ്രകൃതിയുടെ ഇങ്ങനെയുള്ള ജീവിതം പ്രകൃതിയുടെ സൗന്ദര്യമാണ്. ഏതാദൃശി പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികം ഏകാം കവിതാം പഠാമഃ. ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ സൗന്ദര്യവർണ്ണനയെ കുറിച്ചുള്ള ഒരു കവിത നമുക്ക് പഠിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പദ്യം നോക്കാം. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേദം മമ നിലയം. മാതാതാത സോദരയുഗലം പഞ്ചജന ഇഹ നിവസന്തി. അവിടെ പശ്യതു മൃദുലേ മമ നിലയം, നോക്കൂ മൃദുലേ എൻ്റെ വീട്, സുന്ദരമേഘം മമ നിലയം, എൻ്റെ വീട് സുന്ദരമായിട്ടുള്ള വീടാണ്. മാതാതാത സോദരയുഗളം, അച്ഛനും അമ്മയും സോദരന്മാരും എല്ലാവരും കൂടി പഞ്ചജന ഇഹ നിവസന്തി, അവിടെ 5 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. വീണ്ടും അവിടെ പശ്യതു മൃദുല എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് വീണ്ടും ആവർത്തിച്ച് പാടാനാണ്. ഇനി അടുത്ത 4 വരി പദ്യത്തിന്റെ അർത്ഥം നോക്കാം. പശ്യതു മാമകം ഉദ്യാനം വിവിധ സുമാന്യഭി വിലസന്തി. അശോകചമ്പകം അന്താരാണ ലസന്തി നൂതന കുസുമാനി. പശ്യതു മാമകം ഉദ്യാനം, നോക്കൂ ഇനി എൻ്റെ ഉദ്യാനം, എൻ്റെ പൂന്തോട്ടം നോക്കൂ. വിവിധ സുമാന്യഭി വിലസന്തി, വിവിധ പലതരത്തിലുള്ള കുസുമങ്ങൾ പുഷ്പങ്ങളാണ് അവിടെ ശോഭിക്കുന്നത്. അശോകചമ്പകം മന്ദാരാണ, അശോകമുണ്ട്, ചമ്പകമുണ്ട്, മന്ദാരങ്ങളുണ്ട്. ലസന്തി നൂതന കുസുമാനി, അതുകൂടാതെ പുതിയ തരത്തിലുള്ള പുഷ്പങ്ങളും അവിടെ ശോഭിക്കുന്നു എന്ന് അർത്ഥം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ വരിയുടെ അർത്ഥവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലെ പദ്യഭാഗം നോക്കാം. മധുരം ഗായതി പികബോധ രുചിരം നൃത്യതി കേകി ഗണ കാകാഹംസ കീരകബോധ നീടാന്യേവം രചയന്തി. മധുരം ഗായതി പികബോധ രുചിരം നൃത്യതി കേകി ഗണ കാകാഹംസ കീരകബോധ നീടാന്യേവം രചയന്തി. അതാണ് ആദ്യത്തെ വരിയിലെ ആദ്യത്തെ 4 വരി പദ്യത്തിന്റെ കാര്യങ്ങൾ. അതില് മധുരം ഗായതി
പികബോധ. പികബോധ എന്ന് പറഞ്ഞാല് കുയിലിന്റെ കുഞ്ഞാണ്. മധുരം ഗായതി പികബോധ. കുയിലിന്റെ കുഞ്ഞ് മധുരമായി പാടുന്നു. രുചിരം നൃത്യതി കേകികണ. വളരെ മനോഹരമായി. രുചിരം എന്ന് പറഞ്ഞാല് വളരെ മനോഹരമായി. നൃത്യതി നൃത്തം വയ്ക്കുന്നു. കേകികണ. കേകികണ എന്ന് പറഞ്ഞാല് മയിലുകളുടെ കൂട്ടം. മയിലുകളുടെ കൂട്ടം അവിടെ വളരെ മനോഹരമായി നൃത്തം വയ്ക്കുന്നു. കാക ഹംസഹ. കാകഹ കാക്കകള്. ഹംസാഹ ഹംസാഹ അരയണ്ണങ്ങള്. കീരകബോധ. കീര എന്ന് പറഞ്ഞാല് തത്തയാണ്. ശുഗഹ. നമ്മൾ പഠിച്ചിട്ടുള്ള വാക്ക് ശുഗഹ എന്നാണ്. ശുഗഹ എന്നുള്ളതിന്റെ മറ്റൊരു പദമാണ് കീര. കീരകബോധ തത്തയും പ്രാവും. നീടാന്യേവം രചയന്തി. അവരെല്ലാവരും കൂടുകള് നീടെന്ന് പറഞ്ഞ കൂടുകള് രചയന്തി ഉണ്ടാക്കുന്നു. അവര് കൂടുകള് ഉണ്ടാക്കുന്നു എന്നർത്ഥം. അപ്പോൾ കാക്കയും അരയന്നവും അതുപോലെ കീരകബോധ തത്തയും പ്രാവും എല്ലാം കൂടുകള് ഉണ്ടാക്കുന്നു. പശ്വത് മൃദുലെ. വീണ്ടും പശ്വത് മൃദുലെ എന്ന് നിങ്ങൾ ചൊല്ലണം. അപ്പൊ മധുരമായി കുയിലുകുഞ്ഞ് പാടുന്നു. വളരെ മനോഹരമായി കേകിഗണഹ മയൂരങ്ങള് അല്ലെ, മയിൽക്കൂട്ടങ്ങള് ഭംഗിയായി നൃത്തം ചെയ്യുന്നു. കാക്കയും അരയന്നവും തത്തയും പ്രാവും എല്ലാം അവർക്ക് വേണ്ട കൂടുകള് ഉണ്ടാക്കുന്നു. അടുത്ത 4 പേര് നോക്കാം. കുഹരേ നിവസതി ഗലു ശശകോ ഗൃഹേച്ച ശുനകോ മാർജാര സന്തതമേവം വയമിക സർവേ സാമോദം സഖി നിവസാമ. കുഹരേ നിവസതി. കുഹരഹ എന്ന് പറഞ്ഞ മാളം. കുഹരേ മാളത്തിൽ. നിവസതി താമസിക്കുന്നു. ഗലു ശശകോ ആകട്ടെ. ഗലു എന്ന് പറഞ്ഞാൽ ആകട്ടെ. ശശകഹ ആരാണ്? മുയല് മാളത്തില് താമസിക്കുകയാണ്. ഗൃഹേച്ച ശുനകോ മാർജാര. വീട്ടില് താമസിക്കുന്നത്. ശുനകോ മാർജാര നമുക്കറിയാം. നായയും പൂച്ചയൊക്കെ നമ്മുടെ വീടുകളിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ വീടുകളിലാണ് നായയും പൂച്ചയൊക്കെ ജീവിക്കുന്നത്. സന്തതമേവം വയമിക സർവേ സാമോദം സഖി നിവസാമ. എല്ലാവരും ഇങ്ങനെ ജീവിക്കുമ്പോൾ സാമോദം സഖി നിവസാമ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ എല്ലാവരും ജീവിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സാമോദം സഖി വളരെ സന്തോഷത്തോടു കൂടി നമ്മളും ജീവിക്കുന്നു എന്നാണ് ആ പദ്യഭാഗത്തിലെ അർത്ഥം. അപ്പൊ പദ്യഭാഗത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക ടീച്ചറെ ക്ലാസ്. അപ്പൊ മനസ്സിലാവും. ഇനി അടുത്തത് അവിടെ പദച്ഛേദ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പദച്ഛേദ. പക്ഷിമൃഗാദയ അധികം ച സുന്ദരമേദം സുന്ദരം അധികം ഏതം താതസോദര യുഗളം താതഹ അധികം സോദരയുഗളം മാമകം അധികം ഉദ്യാനം വിവിധ സുമാനി അധികം അഭി നീടാനി അധികം ഏവം സന്തതം അധികം ഏവം വയം അധികം ഇഹ. ഇത് പദങ്ങളെ നമ്മള് പിരിച്ചെഴുതുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. അതാണിത്. മനസ്സിലായി? അപ്പൊ പദച്ഛേദം എന്നാണ് സംസ്കൃതത്തിൽ പറയാ. പദങ്ങളെ മുറിച്ച് പറയാ. അടുത്തത് വിഗ്രഹ. സോദരയോഹോ യുഗളം വിവിധാനി സുമാനി നൂതനാനി കുസുമാനി പിഗസ്യ ബോധഃ അതായത് കുയിലിന്റെ കുട്ടി അതാണ് പിഗബോധഃ. ആമോദേന സഹ. ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് പഠന പ്രവർത്തനമാണ്. ആദ്യത്തെ പഠന പ്രവർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത് ഗൃഹപരിസരം നിരീക്ഷ്യ പുഷ്പാണാം ജീവജാലാനാം ച നാമാനി വദതു. അവിടെ പുഷ്പങ്ങളുടെ പേര് നമുക്ക് ആദ്യം നോക്കാം. പുഷ്പങ്ങളുടെ പേര് പറയാം. ജപകുസുമം ചെമ്പരത്തി, പാടല പുഷ്പം റോസ്,
സേവന്തിക ജമന്തി അല്ലെങ്കിൽ ചെണ്ടുമല്ലി, മല്ലിക മുല്ലപ്പൂവ്, കമലം താമര, മന്ദാരം മന്ദാരം, ചമ്പകം ചെമ്പകം. ഇതൊക്കെയാണ്. ഇനി അവിടെ ജീവജാലങ്ങളുടെ പേരാണ്. അപ്പം നമുക്ക് ജീവജാലങ്ങളുടെ പക്ഷികളുടെ പേര് പറയാം. മയൂരഹ, മയൂരഹ അല്ലെങ്കിൽ കേകി എന്ന് പറഞ്ഞാൽ മയിലാണ്. കാകഹ കാക്ക, കീരഹ ശുഗഹ എന്നൊക്കെ പറഞ്ഞാൽ തത്തയാണ്. കബോധഹ പ്രാവ്, പിഗഹ കുയില്. ഇനി മൃഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് മൃഗങ്ങളെ കുറിച്ച് പറയാം. ധേനുഹു പശു, വൃഷഭഹ കാള, മഹിഷഹ പോത്ത്, മഹിഷി എരുമ, അജഹ ആട്, മാർജാരഹ പൂച്ച, ശുനകഹ നായ, നകുലഹ കീരി. ഇതൊക്കെയാണ് നമ്മുടെ പരിസരത്ത് കാണുന്ന മൃഗങ്ങളൊക്കെ. ഇനി അടുത്തത് പരിസരത്ത് കാണുന്ന ജീവജാലങ്ങളിൽ പെട്ട തന്നെയാണ് മീനഹ മീൻ, മണ്ടൂകഹ തവള, മഷിക ഈച്ച, മശകഹ കൊതുക്, ഭ്രമരഹ വണ്ട്, ലൂത ചിലന്തി, പിപീലിക ഉറുമ്പ്. ഇതൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പഠന പ്രവർത്തനത്തിലെ അടുത്ത പേജ് നോക്കാം. അടുത്ത പേജ് നമ്പർ 11 രണ്ടാമത്തെ പാഠഭാഗം പഠന പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അതിലൊരു വീടിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചിത്രം വായിക്കാം. ഭാവനാനുസാരം ചിത്രസ്യ വർണ്ണലേപനം കരോതു. നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ആ വീടിന് ആ ചിത്രത്തിന് ഇഷ്ടമുള്ള നിറം കൊടുക്കുക എന്നുള്ളത് മാത്രമേ 11ാമത്തെ പേജിൽ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ല ഭംഗിയിൽ അത് ചിത്രത്തിന് നിറം കൊടുക്കുക കേട്ടോ. അടുത്തത് ചിത്രാണി നിരീക്ഷ്യ നാമാനി വദതു യോജയിതു ച. ചിത്രങ്ങൾ നോക്കിയിട്ട് അത് യോജിപ്പിക്കുകയും പറയുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആമ്രഹ, മാത, പനസഹ, നിലയഹ. അപ്പൊ അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു വീടാണ്. അപ്പൊ അത് വേഗം പെൻസിലും പേനയും എടുക്കുക. എന്നിട്ട് 4ാമത്തെ വാക്കായ നിലയഹ എന്നുള്ളതില് വെച്ചിട്ട് വീടിന്റെ അവിടത്തേക്ക് സ്കെയിലും പെൻസിലും വെച്ച് വരയ്ക്കുക കേട്ടോ. ഇനി 2ാമത്തത് മാങ്ങ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ആമ്രഹ എന്നുള്ളത് ആദ്യത്തെ വാക്കാണ്. ആ വാക്കിൽ നിന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കുക 2ാമത്തെ ചിത്രത്തിലേക്ക്. ഇനി 3ാമത്തെ ചിത്രം പനസഹ. അത് 3ാമത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 3ാമത്തെ കോളത്തിൽ പനസഹ എന്നുണ്ട്. അത് സ്കെയിൽ വെച്ച് പനസഹ എന്നുള്ളത് ചക്കയാണ്, അതിലേക്ക് വരയ്ക്കാം. 4ാമത്തെ അമ്മയുടെ ചിത്രമാണ്. 2ാമത്തെ വാക്കാണ് മാത എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് സ്കെയിൽ വെച്ച് അമ്മയുടെ ചിത്രത്തിലേക്ക് വരയ്ക്കാം. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പം എല്ലാവരും അത് ഭംഗിയായിട്ട് ചെയ്യുക, വായിക്കുകയും ചെയ്യുക കേട്ടോ. 13ാമത്തെ പേജ് ചിത്രാണി നിരീക്ഷ്യ ആശയം വദതു. കേകി നൃത്യതി. അതായത് ആശയം അനുസരിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. മയില് നൃത്തം ചെയ്യുന്നു. പിഗഹ ഗായതി. കുയില് പാടുന്നു. കുഹരേ ശശകഹ അസ്തി. കുഹരേ എന്ന് പറഞ്ഞാൽ മാളത്തിൽ ശശകഹ അസ്തി. ശശകഹ എന്ന് പറഞ്ഞാല് മുയല് അസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ട്. മാളത്തില് മുയല് ഉണ്ട്. ഗൃഹേ മാർജാരഹ നിവസതി. വീട്ടിലെ പൂച്ച താമസിക്കുന്നു. കാകഹ നീടം രചയതി. കാക്ക കൂട് ഉണ്ടാക്കുന്നു. അതാണ് 13ാമത്തെ പേജ്. നമുക്ക് അടുത്ത പേജ് നോക്കാം. സൂചനാനുസാരം ലിഖതു എന്നാണ്. അവിടെ സൂചന കൊടുത്തിട്ടുണ്ട്. യഥാ പിഗഹ
പിഗൗ പിഗാഹ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഉദാഹരണമാണ് അത് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു കുയില്, 2 കുയില്, കുറെ കുയിലുകൾ. അപ്പൊ അടുത്തത് അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 എണ്ണത്തിനെ പറയുമ്പോൾ പിഗഹ പിഗൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പിഗാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അടുത്തത് ചെയ്യണം. കബോദഹ കബോദൗ കബോദാഹ എന്നാണ്. മൂന്നാമത്തത് ഹംസഹ ഹംസൗ ഹംസാഹ. അടുത്തത് അജഹ ആട്. 2 ആടിനെ പറയുമ്പോൾ അജൗ ആടുകൾ അജാഹ. ഇനി അടുത്തത് തവള ബേക്കഹ. 2 തവള ബേക്കൗ തവളകൾ ബേക്കാഹ. അപ്പൊ അത് ഭംഗിയായിട്ട് അവിടെ എഴുതി ചേർക്കണം. ഉദാഹരണങ്ങൾ തന്നതുപോലെ നോക്കിയിട്ട് അവിടെ ചെയ്യാനുള്ളതാണ്. ഇനി ആ പാഠഭാഗത്തിലെ അവസാനത്തെ ഭാഗമാണ് പേജ് നമ്പർ 18. പേജ് നമ്പർ 18 ബിന്ദുൻ യോജയിത്വ ചിത്രസ്യ വർണ്ണലേപനം കരോതു. അവിടെ ബിന്ദുക്കൾ കുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ചിത്രം വരച്ചിരിക്കുന്നത്. ആ ചിത്രങ്ങള് ആദ്യം നിങ്ങൾ ആ കുത്തുകൾ യോജിപ്പിക്കുക. അതിനുശേഷം അതിന് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരത്തിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത 2ാമത്തെ പാഠഭാഗമായിട്ട് കാണാം. ബൈ.